ഇസ്ലാം മതം എങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കിയിട്ടുള്ളൂ പിൽക്കാലത്ത്? ആദ്യകാലത്തല്ല, വൻപിച്ച പുരോഗതിയാണ് ആദ്യകാലത്തുണ്ടായത്. ഇസ്ലാം മതത്തിൻ്റെ തുടക്കത്തിൽ അൽ മൻസൂറിൻ്റെ ഒക്കെ കാലത്ത് ശാസ്ത്രജ്ഞരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പഴയ ഗ്രന്ഥങ്ങളൊക്കെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അറബിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ അതൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു, ഒരു ശാസ്ത്രത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. ഒരുപാട് നിരീക്ഷണ നിലയങ്ങൾ സ്ഥാപിച്ചു. പക്ഷെ അതൊക്കെ പിന്നീട് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെയുള്ള ഒരു പുരോഗതി തുടർന്നു കൊണ്ടുപോകാൻ അറേബ്യയ്ക്ക് കഴിയാതെ വന്നു. ഇപ്പോൾ പാപ്പുട്ടി മാഷ് സയൻസിനെ ഒരിക്കലും ഞാൻ അദ്ദേഹം ഒരു എയ്ത്തിസ്റ്റ് ആണെന്ന് പറയുന്നില്ല. എയ്ത്തിസ്റ്റ് ഒന്നുകൂടി ഒരു മുൻധാരണയുള്ള ഉത്തരാദ്യമായി ഉണ്ടാക്കി വെച്ചൊരു പ്രസ്ഥാനമാണ്. അതേസമയം അദ്ദേഹം ഒരു നോൺ റിലീജിയസ് ആയി ഒന്നുകൂടി ഫ്രീ ആയി അദ്ദേഹം സയൻസിൻ്റെ വിഷയത്തെ സംസാരിക്കുന്നു. അതേപോലെ ഞാൻ നേരത്തെ അത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞൊരു വിഷയം മതത്തെ തിരികെ കയറ്റുന്നതിൻ്റെ അപകടമായി മുസ്ലിം ലോകം സയൻസിൽ നിന്ന് പിന്നോക്കം പോയത്. വാസ്തവത്തിൽ അത് റിസർച്ച് നടക്കേണ്ട ഒരു ഏരിയയാണ്. റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു 8 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അതിനേറ്റവും പഴകിയായിട്ടൊരു മനുഷ്യൻ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുള്ളയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പിന്തിരിപ്പൻ നയം എന്ന് ആരോപിക്കപ്പെട്ട ആ നയം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒക്കേഷണലിസം എന്ന് പറയുന്നൊരു സമീപനമാണ്. ഒക്കേഷണലിസം മീൻസ് ഈ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ കൊസാലിറ്റി കൺസെപ്റ്റിനെതിരാണത്. അപ്പോൾ അന്നത്തെ ഒരു തബഴിയാത്ത് എന്നാണ് പറയാം. ഇന്ന് നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന ഏരിയയുടെ ഒരു ടേം അതാണ്. അത് പ്രകാരം കാരണങ്ങൾ ഒരുമിച്ച് കൂടിയാൽ കാര്യമുണ്ടാകണമെന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫി. അത് ഫിലോസഫിയാണ്. അത് വികസിപ്പിച്ചത് അരിസ്റ്റോട്ടലാണ്. പക്ഷെ അതിനെയാണ് പിന്നീട് ആ ആശയവാദത്തെയാണ് അനുഭവവാദം കടം കൊണ്ടത്. കാരണങ്ങൾ ഒരുമിച്ചാൽ കാര്യം ഉണ്ടാകണം. പക്ഷെ അദ്ദേഹം ഗസാലി ഇമാം അതിനെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു അത് നിർബന്ധമില്ല. തീ വീണാൽ കരിയണം എന്നില്ല, മഴ കൊണ്ടാൽ നനയണം എന്നില്ല, ഡിഫ്യൂഷൻസ് സംഭവിക്കണമെന്നില്ല ഓരോരോ പ്രോസസ്സിൽ. അദ്ദേഹം അതിൻ്റെ ഭാഷ ഞാൻ ഒഴിവാക്കുകയാണ്, ഒന്നുകൂടി സങ്കീർണമാവുന്നു മനസ്സിലാക്കിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് അറബിയിൽ അദ്ദേഹം പറഞ്ഞു ഇതൊരു ആദത്താണ്, ലുസൂം ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. എന്ന് പറഞ്ഞാൽ ഇതൊരു കഷ്ടമാണ്, അങ്ങനെ തന്നെ സംഭവിക്കാവൂ എന്ന് പറയുന്നൊരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു തത്വം ലോകത്തില്ല. ഇതാണ് ഗസാലി ഇമാം ആകെ കൂടി പറഞ്ഞത്. അത് വാസ്തവത്തിൽ എങ്ങനെയാണ് സയൻസിനെതിരാവുക? കാരണം ഞാൻ ഇനിയും അതിലേക്ക് തന്നെ പോകുന്നില്ല. അദ്ദേഹം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അനുഭവ ലോകത്ത് കസ്റ്റം എന്ന വാക്കത്തെ കൃത്യമാണ് ആദത്സ്, നമ്മുടെ പതിവ് കാഴ്ച ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഒരു ഫാക്ച്വലി മാറ്റർ ഓഫ് ഫാക്ട് ഒരിക്കലും ഇങ്ങനെ ആവണമെന്നില്ല, ഇങ്ങനെ അല്ലാതെയും സംഭവിക്കാം എന്ന് അദ്ദേഹം 900 കൊല്ലം മുമ്പ് പറഞ്ഞത് തന്നെയാണ്. പിന്നീട് മനുഷ്യൻ എങ്ങനെ ആലോചിച്ചാലും കുറേ ഒരേപോലുള്ള ആലോചനയെ വരുള്ളൂ. കാരണം ഒക്കെ ഹോമോസാപ്പിയൻസാണ്. ഗസാലി ഇമാം അന്ന് ഇസ്ലാമിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്ന് ആലോചിച്ചതാണ്, തിയോളജി ഫ്രെയിമിൽ നിന്ന് ആലോചിച്ചതാണ്. പിന്നീട് ഇവിടെ മാഷ് കൂടി പറഞ്ഞ ക്വാണ്ടം ഫിസിക്സിൻ്റെ ആലോചനയും വരുന്നത്. മൊത്തം അവതാളമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് ഇൻഡിറ്റർമിനിസ്റ്റിക് ആണ് പ്രപഞ്ചം എന്ന് പറയേണ്ടി വരും. അത് ഒബ്സർവറുടെ അനുഭവത്തിൽ മാത്രമാണ് എന്നുള്ളത് എനിക്ക് ഫിസിക്സ് അറിയില്ല, റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഫിസിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിച്ചത്. സബ് ആറ്റോമിക് തലം അത് അതിൻ്റെ തന്നെ ബേസിൽ ഇൻഡിറ്റർമിനിസ്റ്റിക് ആണ്. ഒബ്സർവറുടെ നമ്മുടെ ഒരു അപര്യാപ്തത കൊണ്ട് കഴിവുകേട് കൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നതല്ല, മറിച്ച് അതങ്ങനെ തന്നെയാണ്. ആ തലത്തിലേക്ക് പ്രാപഞ്ചികതയെ ഡെവലപ്പ് ചെയ്ത് മനസ്സിലാക്കാൻ ആവശ്യമായൊരു കവാടമാണ് വാസ്തവത്തിൽ ഇമാം ഗസാലി തുറന്നത്. അല്ലാതെ സയൻസിൻ്റെ അന്വേഷണത്തെ മരടിപ്പിക്കാനല്ല. ഗസാലി ഇമാം പറഞ്ഞിടത്തേക്ക് ഭൗതിക സയൻസിന് എത്താൻ 800 കൊല്ലം വേണ്ടി വന്നു എന്ന് ഞങ്ങളുടെ ഒരു ആലങ്കാരിക ഭാഷയിൽ എനിക്ക് പറയാൻ പറ്റും. രണ്ടാമത് പറഞ്ഞത് പ്രപഞ്ചോൽപത്തി ഇനി ബിഗ് ബാങ് മുഖേന ആവട്ടെ, ഇനി അവിടെ ഒരു ബിഗ് ബാങ്ങിൻ്റെ ഒരു എല്ലാ ഡയമെൻഷൻസും കുട്ടിമുട്ടി ഒരു സിംഗുലാരിറ്റിയെ, ആ ഗ്യാപ്പിനെ നികത്താനൊരു എക്സ്പ്ലനേഷൻ ഫിലോസഫിക്കലി ഇസ്ലാം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, ഈ പറയുന്ന തരത്തിൽ ഏതേത് വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാൽ. അപ്പോൾ ഇവിടെ മതം ഇടപെടുന്നതിനെ പ്രശ്നവൽക്കരിക്കുന്നത് പോലെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. മനുഷ്യപക്ഷത്ത് നിന്ന് പ്രശ്നവൽക്കരിക്കേണ്ട വേറൊരു വിഷയം ഇന്ന് സയൻസിനെ ഡീകൊളോണൈലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് സയൻസിൻ്റെ ശത്രു സയൻസാണ് എന്നുള്ളതാണ്. പെയ്ഡ് സയൻസ് അല്ലെങ്കിൽ കൊളോണിയൽ സയൻസ്, ഇമ്പീരിയൽ സയൻസ്, ന്യൂട്രലായ ഒരു ശാസ്ത്രപഠന ലോകത്ത് നടക്കുന്നില്ല. അതാണ് റിയലി പ്രശ്നം. സയൻസിന് ധാർമ്മികതയില്ലാതെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ലോകത്തൊരു സൈക്കോപാത്ത് ലോക വൻ ശക്തിയുടെ പ്രസിഡൻ്റായാൽ ഞാനൊരു പ്രശ്നം പറയുകയല്ല, 5 മിനിറ്റ് കൊണ്ട് ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും കരിക്കാൻ പറ്റും. ഇന്ന് ലോകം നിലനിൽക്കുന്നത് ആശയങ്ങൾ ജനിപ്പിച്ച ആശയങ്ങളുടെ സമാധാനത്തിലല്ല, ആയുധങ്ങളുടെ സമാധാനത്തിലാണ്. ഓരോ ന്യൂക്ലിയർ പവറും അപര ന്യൂക്ലിയർ പവറിനെ പേടിക്കുന്നു. പക്ഷേ ഏതോ ഒരു പേടിയില്ലാത്ത
ഒരു സൈക്കോപാത്ത് പ്രസിഡന്റ് ആയാൽ മൊത്തം തവിട് പൊടിയാണ്. ഈ സയൻസിനെ ധാർമ്മികത തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതേസമയം ഒരു വിഭാഗത്തിൻ്റെ മാത്രം കുത്തകയായി സയൻസ് മാറുമ്പോൾ അവിടെ സയൻറ്റിഫിക്കലി പ്രശ്നമുണ്ട്. ഞാൻ വെറുതെ പറയല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ചർച്ചയാകുന്ന, ഞാൻ തുടങ്ങിയിടത്തേക്ക് പോയി അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഞാനൊരു മാസപ്പിറവി വിഷയം, ഞാൻ വളരെ ഒരു ചെറിയ നാരോ വിഷയത്തിലേക്ക് പോകല്ല. ആ വിഷയത്തിലൊക്കെ ചർച്ചയിൽ വരുന്ന സാധനമാണ് ഐഡിയൽ. എൻ്റെ വിഷയം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആരാ തീരുമാനിച്ചത്? കൊളോണിയൽ ശക്തി. മതം സയൻസിൽ ഇടപെടുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമാണ്. പക്ഷെ ഇത്രത്തോളം ലോകത്തെ മോക്ക് ചെയ്തൊരു സാധനം ഉണ്ടോ? ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു കേവല കൃത്രിമ നിർമ്മിത വിനയമല്ല, എനിക്ക് അറിയില്ല, ഞാനിതിൽ പഠിതാവാണ്, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്കും ഇതിൽ ഇടപെടാലോ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് എത്ര ഒരു ഫാബ്രിക്കേറ്റഡ് സൃഷ്ടിയാണ്. ലോകത്ത് നോക്കി 24 മണിക്കൂറല്ലേ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് കറങ്ങുന്ന ഭൂമി. 24 മണിക്കൂർ കൊണ്ട് എല്ലാവരുടെയും ഉദയാസ്തമനം കിട്ടണം. ഭൂമിയുടെ ഒരു കറക്കം അതാണ്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയാൽ 90 മിനിറ്റ് കൊണ്ട് ഉദയാസ്തമനം കാണും. ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് 16 സൺ സെറ്റും അതേപോലെ ഡൗണും കാണാൻ പറ്റും. പക്ഷെ അപ്പോൾ 12 മണിക്കൂർ ഈ ലോങ്ങിറ്റ്യൂഡിൻ്റെ പ്രൈം മെറിഡിയൽ ഗ്രീൻവിച്ചിൻ്റെ പടിഞ്ഞാറോട്ട് 12 മണിക്കൂർ -1 -2, കിഴക്കോട്ട് 12 മണിക്കൂർ +1 +2, ആകെ 24 മണിക്കൂറേ പാടുള്ളൂ. മാക്സിമം ലോകത്തിൻ്റെ കിഴക്കേ എൻഡായ രാജ്യത്ത് +12 ആണ് കിട്ടേണ്ടത്. പടിഞ്ഞാറ് എൻഡിൽ -12 ആണ് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? കിഴക്കിലേക്ക് വരുമ്പോൾ 1 മണിക്കൂർ കൂടണം, പടിഞ്ഞാറോട് 1 മണിക്കൂർ കുറയണം. പക്ഷേ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് +13? ഒന്ന് കണക്ക് നോക്കൂ. കിരിബാത്തി എന്നൊക്കെ പറയുന്ന രാജ്യം +14 ആണ്. ഒരു ദിവസം 24 മണിക്കൂറാണ് നമ്മൾ വെറുതെ LSS പരീക്ഷയിലൊക്കെ എഴുതുകയാണ്. 25 മണിക്കൂറും 26 മണിക്കൂറൊക്കെ വരുന്നുണ്ട് ഭൂമിയിൽ. അത് ഈ ഡേ ലൈറ്റ് സേവിങ് സിസ്റ്റം കൊണ്ടല്ല. അത് ചിലപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ വേനൽക്കാലത്ത് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് ജെനുവിനായിട്ട് തന്നെ എന്താ അതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ചേതവികാരം എന്താ? വളരെ അതിൻ്റെ ഒരു ഇപ്പോൾ അമേരിക്കക്ക് ഏത് കിട്ടണം? എക്സാമ്പിൾ, അമേരിക്കക്ക് കിരിബാത്തിയെ കിട്ടണം. അപ്പോൾ അമേരിക്ക റഷ്യയും കൂടി ഒരു ഒത്തുതീർപ്പ്. ഒരു കാര്യം ചെയ്യാം, കിരിബാത്തി റഷ്യക്ക് കിരിബാത്തിയെ കിട്ടണം. റഷ്യ റിയലി ഉള്ളത് -11 നിങ്ങൾ ആ ജോഗ്രഫി ഓർത്താലേ നിങ്ങൾക്ക് മനസ്സിലാവും. -11 എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാർട്ടിലാണ്, അലസ്കാൻ്റെ ഒക്കെ അടുത്താണ്. ആ -11 നിൽക്കേണ്ട കിരിബാത്തിക്കാണ് +14 കൊടുത്തത്. എന്തുകൊണ്ടാണ്? ആ കിരിബാത്തിയെ റഷ്യക്ക് കിട്ടണം. അപ്പോൾ ഈ ഐഡിയൽ ഇങ്ങനെ വളച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി കുറേ രാജ്യങ്ങളെ, റഷ്യയുടെ ഭാഗത്തുള്ള കുറേ രാജ്യങ്ങൾ അമേരിക്കക്ക് കിട്ടണം. അതിന് ചിലപ്പോഴൊക്കെ ഈ ഭാഗത്തേക്ക് വളഞ്ഞു വരികയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല ഐഡിയൽ. എക്സാമ്പിൾ, ഒറ്റ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇന്ന് ലോകത്തെ സമയക്രമത്തെ പോലും വാസ്തവത്തിൽ നിശ്ചയിക്കുന്നത് സയൻസിനെ അധിനിവേശം ചെയ്തൊരു ശക്തി തന്നെയാണ്. പക്ഷെ 1000 കൊല്ലം മുമ്പൊക്കെ സമയമുണ്ടല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ കിതാബുകൾ, ഞാൻ 2-3 കോളേജിൽ ഇസ്ലാമിക് ആസ്ട്രോണമി എടുക്കുന്നുണ്ട്. ആ കിതാബിലൂടെ തന്നെയാണ് എൻ്റെ അധിക സമയവും ചിലപ്പോൾ ഉണ്ടാവുക. അതിൽ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞർ ഉജ്ജയിനി രേഖ പ്രൈം മെറിഡിയനാക്കി. ഉജ്ജയിനി രേഖയുടെ ഒരു ഭാഗം കിഴക്ക്, ഒരു ഭാഗം പടിഞ്ഞാറും. എത്ര സഹസ്രാബ്ദങ്ങൾ ഇന്ത്യക്കാർ ജീവിച്ചു. ജസായർ അൽ ഖാലിദാത്ത്, അറബികൾ, കാനറി ഐലൻഡ്സ്, നൂറ്റാണ്ടുകളോളം കിബില നിർണയം, സമയം, മാസം, കൊല്ലം, കലണ്ടറൊക്കെ നിർണയിച്ചു. ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ഒരിടത്ത് ഒരു ചക്രവാള വ്യത്യാസത്തിൻ്റെ പരിധി പറയുമ്പോൾ ഒരു ടെസ്റ്റ് ലാസ്റ്റ് കിഴക്ക് പടിഞ്ഞാറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 8 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ട് -32 മിനിറ്റ് സമയദൈർഘ്യം. വേറെയും കണക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം അവർ എണ്ണിയത് മിൻ ഉന്ദുലുസ് ഇലൽ ഖുറാസാൻ ആണ്. അഫ്ഗാനിസ്ഥാൻ മുതൽ സ്പെയിൻ വരെ എന്നൊക്കെയുണ്ട് അതിൻ്റെ മാക്സിമം കണക്ക് വിടുത്ത് കിഴക്ക് പടിഞ്ഞാറ്. അത് വിശദീകരിച്ചിട്ട് അവർ പറഞ്ഞു, പക്ഷേ 900 കൊല്ലം മുമ്പാണെന്ന് ഓർക്കണം. കിഴക്ക് പടിഞ്ഞാറിൻ്റെ ഇടയിലുള്ള വിടുത്ത് 196 കിലോമീറ്റർ ആണ്. എല്ലാ 32 മിനിറ്റ് സമയ വ്യത്യാസമാണ്. അല്ല അഫ്ഗാൻ മുതൽ സ്പെയിൻ വരെയുള്ള കിഴക്ക് പടിഞ്ഞാറ് വീതിയാണ്. അല്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ. പക്ഷെ അപ്പോഴൊക്കെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ തെക്കിലേക്കും വടക്കിലേക്കും ധ്രുവങ്ങൾ വരെ കൂട്ടാം. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ഇന്നാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ നേരെ ഇപ്പോൾ കോഴിക്കോടിൻ്റെ ലോങ്ങിറ്റ്യൂഡ് 75 കോഴിക്കോടിൻ്റെ ലോങ്ങിറ്റ്യൂഡ് മുകളിലേക്ക് പോയാൽ ഈ 75 ഞാൻ ഊഹിക്കുന്നു, ഞാൻ നോക്കിയിട്ടില്ല. പാകിസ്ഥാന്, കസാക്കിസ്ഥാന്, ചൈനയുടെ ഒരു ഭാഗം വരുമോ ഇല്ല അറിയില്ല, കസാക്കിസ്ഥാൻ വരും, എന്തായാലും റഷ്യ ഒക്കെ എന്തായാലും വരും. ഇന്ന് കോഴിക്കോട് നമ്മൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ 5:40 സംതിങ് ആണെങ്കിൽ 5:40 സംതിങ് അനുഭവിക്കുന്ന റഷ്യയിലെ പാട്ടുകൾ വരുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നുണ്ട്, കസാക്കിസ്ഥാനിൽ വരുന്നുണ്ട്, താജിക്കിസ്ഥാനിൽ വരുന്നുണ്ട്, പാകിസ്ഥാനിൽ വരുന്നുണ്ട്. ആ ഏരിയയിലേക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം, താഴെ ധ്രുവം വരെ അപ്ലൈ ചെയ്യാം എന്ന് ഈ പറയുന്ന കാലഘട്ടത്തിൽ അവരെഴുതിയത് അവരുടെ സയൻസ് മതം കീഴടക്കിയത് കൊണ്ടല്ല. അവരുടെ സയൻസ്
കൊളോണിയൽ ശക്തികൾ കീഴടക്കാത്തത് കൊണ്ടാണ്, ജനുവിനായ സയൻസ് ഭൂമിയിൽ ബാക്കിയായത് കൊണ്ടാണ്. അപ്പോൾ എല്ലാതരം പക്ഷപാതിത്വങ്ങളിൽ നിന്നും, അത് മതപരമായ പക്ഷപാതിത്വമാവട്ടെ, അത് അധികാര രാഷ്ട്രീയത്തിൻ്റെതാവട്ടെ, കോളനിവൽക്കരണത്തിൻ്റെതാവട്ടെ, കൺക്ലൂഡ് ചെയ്യുന്നു, സയൻസിൻ്റെ വഴിക്ക് ലെറ്റ് ഇറ്റ് ഇറ്റ്സ് വേ എന്നുള്ളതാണ് നമ്മുടെയും ഒരു പോളിസി. അസ്സലാമു അലൈക്കും.